ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മൾ രാവിലെ ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു ഫോർട്ട് കൊച്ചിയിൽ ഒരു മോർണിംഗ് വാക്കിനൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷെ ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി അതെ, ഇന്ന് രാവിലെ അതെ, നല്ല മഴ ഉണ്ടായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 7-7:15 ഫോർട്ട് കൊച്ചി എത്തി. ആ ഒരു മഴ പെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സൺറൈസിൻ്റെ ആ ഒരു ബ്യൂട്ടി ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ കുറേ നാളായി ഫോർട്ട് കൊച്ചി വരണം, വീക്കെൻഡിൽ വരാം എന്ന് പറയും. പക്ഷെ വീക്കെൻഡ് ആയതുകൊണ്ട് കിടന്നുറങ്ങാൻ കിട്ടുന്ന ചാൻസ് അല്ലേ നമ്മൾ മിസ്സാക്കില്ലല്ലോ. അതിന് നല്ല ഉറക്കം ഉറങ്ങും കേട്ടോ. പക്ഷെ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഇറങ്ങിയത് തന്നെ മഴയുള്ള ദിവസമായി പോയി. പക്ഷെ എന്നാലും സാരമില്ല, നല്ലൊരു വെയിലില്ലാത്തതുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ നടക്കാൻ. അങ്ങനെ നമ്മൾ എത്തിയപ്പോൾ തന്നെ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ കാണുന്ന കുറേ വ്യൂസ് ആയിരുന്നു കേട്ടോ. ഈ ഫുട്ബോൾ കളിക്കുന്ന പിള്ളേർ അതൊക്കെ അവിടെ കണ്ടപ്പോൾ നമുക്ക് ചെറിയൊരു നൊസ്റ്റാൾജിയൊക്കെ അടിച്ചു. പിള്ളേർ നിന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ നിന്ന് കക്ക വാരുന്നാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നി. കാരണം ഈ കടലിൻ്റെ തിരമാലേൻ്റെ കൂട്ടത്തിൽ കുറേ കക്കേൻ്റെ ഷെല്ലുകൾ കിടക്കുന്നുണ്ട്. കക്ക തന്നെയല്ലേ നിങ്ങൾ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ, നമ്മൾ അങ്ങനെയാ പറയാം. അപ്പോൾ അത് കുറേ പേര് പെറുക്കുന്നത് കണ്ടു. അപ്പോൾ പിന്നെ ദൂരെ നല്ല ബോട്ടുകളൊക്കെ, ഷിപ്പ് കണ്ടു കേട്ടോ. ബീച്ചിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അമ്മേ ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം ഷിപ്പ് അവന് എപ്പോഴും എവിടെ പോകുമ്പോഴും, എറണാകുളത്ത് വന്നതിന് ശേഷം നമ്മൾ എവിടെ പോകുമ്പോഴും ഷിപ്പ് കണ്ടു കഴിഞ്ഞാൽ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കണ്ടിരിക്കാറുള്ളത്. ഞാൻ സ്ഥിരം ലൈവ് വരുമ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, എന്താണ് ഹസ്ബൻഡിനെ കാണിക്കാത്തത്, എന്താണ് ഹസ്ബൻഡ് സംസാരിക്കില്ലേ, പുള്ളി സൈലൻ്റ് ആണോ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് സംസാരിക്കുന്നതുകൊണ്ട് മടുത്തിട്ട് പുള്ളി സംസാരിക്കാത്തതാണോ, എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഭർത്താവ് അത്യാവശ്യം നല്ല ടോക്കറ്റീവാണ്, പക്ഷേ ഇൻട്രോവേർട്ടാണ്. കാരണം നല്ല ക്ലോസ് ആയ ആൾക്കാരോട് മാത്രമേ പുള്ളി ഓവറായിട്ട് സംസാരിക്കാറുള്ളൂ കേട്ടോ. അപ്പം എന്നോട് ഇതുവരെ ചോദിച്ച ആൾക്കാരോട് ഒരു മറുപടി പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ഇതിൽ പറഞ്ഞത്. കാരണം അനുവേട്ടനുള്ള വീഡിയോസ് കുറവാണ്. അപ്പം ഇതിൽ അനുവേട്ടനെ കൊണ്ട് കാണിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ശരിക്കും മഴയില്ലായിരുന്നെങ്കിൽ ഈ ചീനവലേൻ്റെ ഈ ഒരു ഇതൊക്കെ നല്ല സൺറൈസിൻ്റെ ആ ലൈറ്റുകൾ നല്ല ഭംഗിയുണ്ടായതായിരുന്നു. മഴയില്ലാത്തപ്പോൾ എപ്പോഴെങ്കിലും ഇനി വരണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. എപ്പോഴെങ്കിലും വരാൻ പറ്റിയാൽ വരണം. സാധിക്കുമെന്ന് അറിയില്ല, മടി കാരണം മാക്സിമം വരാൻ നോക്കണം. പിന്നെ ഈ വഴികളിലൂടെയൊക്കെ നടക്കുമ്പോഴും എനിക്ക് കുറച്ചും കൂടി നൊസ്റ്റാൾജിയ അടിച്ചു കേട്ടോ. കാരണം ഞാൻ എൻ്റെ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മ്യൂസിക് വീഡിയോ ഞാൻ ചെയ്തത് എറണാകുളത്ത് നിന്നായിരുന്നു. അതിൽ സെക്കൻഡ് ഡേ ഷൂട്ട് ഫുള്ള് നമ്മൾ ഫോർട്ട് കൊച്ചി വന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ മോസ്റ്റ്ലി ഈ ഏരിയയിലൊക്കെ വെച്ച് എൻ്റെ കുറേ ഷോർട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ അനുവേട്ടൻ നമ്മൾ അന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ, ഇതിൻ്റെ മുന്നേ നല്ല വീഡിയോ എടുത്തേ, അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ വിച്ചുട്ടന് ഇങ്ങനെ നടക്കുന്നൊന്നും ഇഷ്ടമല്ല. അവൻ എപ്പോഴും വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അവനെ വലിച്ചു കൊണ്ടുവന്നതിന് അവൻ ഭയങ്കര ക്രാങ്കിയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അമ്മ മതി പോവുക, അത് എത്ര നേരമായി നടക്കും. ഞങ്ങളിങ്ങനെ സർക്കിൾ ചുറ്റിട്ടോ, വണ്ടി നിർത്തി നടന്ന് സർക്കിൾ ചുറ്റി ഇങ്ങനെ ചുറ്റി വന്നതാണ്. അപ്പം നമ്മൾ വണ്ടിയും കൊണ്ട് പോയ സ്ഥലത്ത് കൂടെയൊക്കെയാണ് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഏരിയ മാത്രം ഭയങ്കര ഡേർട്ടി ആയിട്ട് തോന്നിയിട്ടു. എനിക്ക് ഭയങ്കര കച്ചറയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ല ആൾക്കാരെ വേസ്റ്റ് ഇട്ടിട്ടോ ഒന്നും അറിഞ്ഞൂടാ. നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് സെമിത്തേരിൻ്റെ അടുത്താണ് കേട്ടോ. എന്താ ഡച്ച് സെമിത്തേരീൻ്റെ മുന്നിൽ വണ്ടി നിർത്തി. പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്ത് നമ്മൾ വന്ന് നേരെ MG റോഡിൽ ഹോട്ടൽ സോനയിൽ കയറി നല്ല ബട്ടൂരും മട്ടൻ ലിവറും കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ മോർണിംഗ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഫോർട്ട് കൊച്ചി പോയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ. Attention.